ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നൊരു ക്രോപ്പ് ടോപ്പാണ്, പാവാടൻ്റെ ഒക്കെ ഇപ്പം ഉപയോഗിക്കുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വെട്ടി മാറ്റുന്നത് കൈയാണ്. കൈ വെട്ടിയിട്ടേ ബാക്കിയുള്ളത് വെട്ടത്തുള്ളൂ. ഫുൾ സ്ലീവ് ആണ് കേട്ടോ പറഞ്ഞേക്കണം. ആദ്യം നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്ത് വരക്കാം. അപ്പോൾ ഫുൾ സ്ലീവ് എന്ന് പറയുമ്പോൾ 20 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 22. ഹാൻഡ് ബ്രെത്ത് 13 അതിന്റെ പകുതി 6.5, അതിന്റെ കൂടെ 2 കൂട്ടം 7.5, 8.5. കട്ടിംഗ് റൗണ്ട് പോയിന്റ് ചെസ്റ്റ് ബ്രെത്തിന്റെ 12 ഭാഗം, 3.25 ഒരു പോയിന്റുമാണ്. ഇനി താഴ്ഭാഗത്തെ വണ്ണം, ഒരിക്കലും ഇവിടത്തെ വണ്ണം എടുക്കരുത്. കൈയിന്റെ വണ്ണം എടുക്കുമ്പോൾ ഇവിടത്തെ വണ്ണം എടുക്കണം. ഇവിടത്തേനേലും ഇപ്പൊ ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ണത്തിനേലും 1/2 ഇഞ്ച് കുറച്ച് ഇവിടെ വെട്ടുള്ളൂ. അപ്പൊ ഇതിനേലും കുറച്ച് ഇവിടെ വെട്ടുള്ളൂ. അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ കണക്കെടുക്കാനായിട്ട്. അപ്പൊ ഇവിടത്തെ വണ്ണോട്ടാണ് ഞാൻ എടുത്തേക്കണത്. അപ്പൊ ഇവിടത്തെ വണ്ണം 11. അപ്പൊ 11ന്റെ പകുതി 5.5. പിന്നെ 5.5ന്റെ കൂടെ നമ്മൾ 1.5 ചേർക്കത്തുള്ളൂ കേട്ടോ. 6.5, 7. അപ്പൊ ഇവിടെ അടയാളപ്പെടുത്തുമ്പോ 6.5 അടയാളപ്പെടുത്തുള്ളൂ. ഇവിടെ താഴ്ഭാഗത്ത് അടയാളപ്പെടുത്തുമ്പോ 6 അടയാളപ്പെടുത്തുള്ളൂ. ഇതേപോലെ നമ്മൾ എന്നിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ബ്ലൗസിന്റെ ഫ്രണ്ട് പീസ് വെട്ടാം. ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ ആകെ 2 പീസ് മാത്രം ഇട്ടിട്ട് വെട്ടാൻ പാടുള്ളൂ കേട്ടോ. ഫ്രണ്ട് പീസ്, ബാക്ക് പീസ് ബട്ടൺസ് ഹുക്സ് പിടിപ്പിക്കണോണ്ട് എക്സ്ട്രാ 1.5 ഇഞ്ച് എക്സ്ട്രാ ചേർക്കുകയും വേണം. ഇത് വൈഡ് ആയിട്ടുള്ള നെക്കാണ്, സ്ക്വയർ റൗണ്ട് എന്ന് പറയും. സ്ക്വയർ റൗണ്ടിൽ ഫ്രണ്ടിൽ ഒരു കുനിപ്പുണ്ട് ചെറുതായിട്ട്. അപ്പൊ ആ നെക്കിനാണ് 17 ഇഞ്ചാണ് ബ്ലൗസിന്റെ ലെങ്ത് പറഞ്ഞേക്കണം. അതിന്റെ കൂടെ ഞാൻ 1 ഇഞ്ച് കൂട്ടുന്നുള്ളൂ കേട്ടോ. ബാക്കി ഇവിടെ പീസ് വെച്ചിട്ട് മടക്കി തയ്ക്കാണ് ചെയ്യണത്. അപ്പൊ ഷോൾഡർ ലെങ്ത് അടയാളപ്പെടുത്താം. അപ്പൊ ഈ 18 ഇഞ്ച് എന്ന് ഉദ്ദേശിച്ചത് 1/2 ഇഞ്ച് ഷോൾഡറിനോടെയും പോവും. 1/2 ഇഞ്ച് ഇവിടെ തയ്ക്കുമ്പോ അതും അങ്ങോട്ട് പോവും. ഷോൾഡർ 7 ഇഞ്ച് കൊടുക്കാം. താഴത്തേക്ക് ആംഹോളും അത് തന്നെ സെയിം അടയാളപ്പെടുത്താം. ചിലവർക്ക് നെഞ്ചുവണ്ണം ഉണ്ടെങ്കിലും കൈവണ്ണം കുറവായിരിക്കും. അപ്പൊ അത് ചിലപ്പോ 7 എന്നുള്ളത് 6.5 ആക്കേണ്ടി വരും. പിന്നെ ചെസ്റ്റ് ബ്രെത്ത് 12 ഇഞ്ച്, അതായത് 40ന്റെ 4 ഭാഗം, അതിന്റെ കൂടെ 2 കൂട്ടം പ്ലസ് 1 തയ്യൽ തുമ്പ് 1 ലൂസ്. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ച് ഷേപ്പ് ചെയ്യാം. കണ്ട, ഇങ്ങനെയാണ് ഇതിന്റെ കണക്ക്. നമുക്ക് ഈ കൈയിന്റെ ഇതൊന്ന് വെച്ച് നോക്കാം കറക്റ്റ് ആണോന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ചിലവർക്ക് നെഞ്ചുവണ്ണം ഉള്ളവർക്ക് കൈവണ്ണം കുറവായിരിക്കും. ഇതിപ്പോ കറക്റ്റ് ആണ്. ഈ വേസ്റ്റിന്റെ അവിടെ നിന്നുള്ള വണ്ണം 14ന്റെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്ന വണ്ണം 32. അതിന്റെ 4 ഭാഗം 8, പിന്നെ അതിന്റെ കൂടെ 2 ചേർത്തിട്ടുണ്ടെങ്കിൽ 10 കിട്ടും. നല്ല ഷേപ്പുള്ള ശരീരമാണ് കേട്ടോ. പിന്നെ ഈ 17ന്റെ അവിടുത്തെ വണ്ണം 38. 38ന്റെ 4 ഭാഗം പ്ലസ് 1.5 ചേർത്താൽ മതി. അവിടെ എത്തുമ്പോ അവിടെ 2ന്റെ ആവശ്യമില്ല, അവിടെ 1.5 മതി. എന്നാലേ നല്ല കറക്റ്റ് ആയിട്ട് ഷേപ്പായിട്ട് കിട്ടുള്ളൂ. അപ്പൊ 9.5, 38ന്റെ 4 ഭാഗം 9.5, പിന്നെ അതിന്റെ കൂടെ 1.5 ചേർക്കാം. 10, 11. ഇങ്ങനെ നമുക്കത് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോ ഫ്രണ്ട് പീസ് വെട്ടിക്കഴിഞ്ഞ് ഇനി ബാക്ക് പീസ് വെട്ടണം. ബാക്ക് പീസ് വെട്ടുമ്പോൾ 1.5 ഇഞ്ച് എക്സ്ട്രാ വെട്ടണം. ഇതേപോലെ 1.5 2 ഇഞ്ചോ എക്സ്ട്രാ ഇട്ടിട്ട് വേണം വെട്ടാനായിട്ട്.
നമുക്ക് ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചരിച്ച് വെട്ടി കൊടുക്കാം ഈ സൈഡില്. ക്രോപ്പ് ടോപ്പിന് ഒരു ഭംഗിയായിരിക്കും അത്. പിന്നെ ഈ എക്സ്ട്രാ നമ്മൾ എടുത്തേക്കണില്ലേ, അതിങ്ങനെ വെച്ചിട്ട് അതിനൊരു പോയിന്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് മടക്കി തയ്ച്ചെടുക്കാം. കഴുത്തും മനസ്സിലാവും എത്രയാണെന്നുള്ളത്. പിന്നെ നമുക്കിത് നല്ല തുണിയിൽ വെച്ചിട്ട് വെട്ടിയെടുക്കാം. തുണിന്റെ അനുസരിച്ച് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചാല് നീളം കിട്ടും. നീളം കിട്ടും. പച്ച വെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കണ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം മടക്കി മടക്കി മാറ്റി വെക്കാം. ഓരോന്നിൻ്റെ ഉള്ളിൽ ഓരോന്നും അങ്ങോട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കണം. അല്ലെങ്കിൽ ഒരു പീസ് കാണാണ്ടായിട്ടാണെങ്കിൽ തന്നെ തലക്കോട്ട് ഓടിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ കഴുത്ത് വെട്ടിയെടുക്കാം. നമ്മൾ ഷോൾഡർ 7 ഇഞ്ചല്ലേ വെട്ടിയേക്കണത്. നെക്ക് ബ്രെത്ത് 3 ഇഞ്ചാണ് ഞാൻ വെട്ടി കൊടുക്കണം. അപ്പൊ നെക്ക് ബ്രെത്ത് 3 ഇഞ്ചും നെക്ക് ലെങ്ത് 5.75 ആട്ടോ എടുക്കണത്. ഫ്രണ്ട് നെക്ക് ലെങ്ത് ആണ് കേട്ടോ. അപ്പൊ അതില് 1/2 ഇഞ്ചില് ഞാനൊരു കുനിപ്പ് എടുക്കണ്ട കേട്ടോ. വളരെ ചെറിയ കുനിപ്പായിട്ടാണ് ഞാൻ എടുക്കണത്. ഇതേപോലെ ഇങ്ങനെ കണ്ടോ, ഈ സ്ക്വയർ റൗണ്ട് ആണ് കേട്ടോ വരക്കണത്. അതേപോലെ തന്നെ വേണം അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ, തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ 1 ഇഞ്ചില് നമുക്ക് ഹെമ്മിങ് ചെയ്യാനുള്ള പീസും കൂടി വെട്ടണം. അപ്പൊ ഈ ക്യാൻവാസ് വെട്ടുന്ന സമയത്ത് ഇതേപോലെ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് നിർത്തിയിട്ട് വേണം വെട്ടാൻ. അല്ലെങ്കിൽ നമുക്ക് തുണിയിൽ വെച്ച് തേക്കുന്ന സമയത്ത് കഴുത്ത് വൈഡായി പോകും. പിന്നെ ആ സമയത്ത് ടേപ്പ് എടുത്ത അളവ് നോക്കലും ഒക്കെ ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അടുത്തത് ബാക്ക് നെക്ക് വെട്ടാം. ബാക്ക് നെക്ക് വെട്ടുമ്പോൾ നമ്മൾ കുറച്ചധികം ക്യാൻവാസ് എടുക്കണം കേട്ടോ. കാരണം അതിൽ നമ്മൾ 1.75 1.5 2 ഇഞ്ചോളം നമ്മൾ പടി എടുക്കുമല്ലോ. അപ്പൊ ആ പീസ് വെച്ച് നോക്കിയിട്ട് നമുക്ക് അടയാളപ്പെടുത്തിയാലും മതി. അതായത് ഈ വെട്ട് കൊടുത്തേക്കണ, ഈ പോയിന്റ് കൊടുത്തേക്കണ ഭാഗം അത് നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. ബാക്കി 3 ഇഞ്ച് നെക്ക് ബ്രെത്തും എക്സ്ട്രാ എടുക്കാം. നമുക്ക് ഇതേപോലെ കൊടുക്കാം. ഇനി ബാക്ക് നെക്ക് ലെങ്ത് നമുക്ക് എടുക്കേണ്ടത് 5 ഇഞ്ചാണ് കേട്ടോ. ഈ സെയിം തന്നെ താഴത്തേക്കും വരച്ചോ. അഞ്ച് ഇഞ്ച് നമ്മൾ വരച്ചു കൊടുക്കണം. അവിടെ നമ്മൾ 3 ഇഞ്ച് നെക്ക് ബ്രെത്തും വരച്ചു കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ സ്ക്വയർ റൗണ്ട് തന്നെയാണ് ബാക്കിലും വരച്ചു കൊടുക്കുന്നത്. അപ്പൊ എക്സ്ട്രാ ഹെമ്മിങ് ചെയ്യാനുള്ളത് കൂടി നമ്മൾ വരച്ചു കൊടുക്കണം. ഇതിങ്ങനെ നമ്മൾ ഇതിന്റെ സെന്റർ വെട്ടി കൊടുക്കണേ. ഇങ്ങനെ വെട്ടിയാൽ ഒരു കാര്യമുണ്ട്, കഴുത്ത് തമ്മിൽ അകന്നു പോകില്ല. ക്യാൻവാസിൽ എപ്പോഴും ഇങ്ങനെ തന്നെ വെട്ടണം. ക്യാൻവാസിൽ മാത്രമല്ല, ഒരിക്കലും തുണിയിൽ തയ്ക്കാതിരിക്കണേ നല്ലത്. അതേപോലെ തന്നെ ഇത് നല്ല കനം കുറഞ്ഞ ക്യാൻവാസ് ആണ്. നെക്ക് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ലൈനിങ് പീസ് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് തേക്കണേന്ന് നല്ലത്.
വേസ്റ്റ് ആയി പോകില്ലല്ലോ തുണി. പിന്നെ ഒരുപാട് ചൂടിലിട്ട് തേക്കരുത്, കഴുത്തിന്റെ വലിപ്പം കുറഞ്ഞു പോകും. ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ വെട്ടിക്കൊടുക്കണം. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ തയ്ച്ചു കൊടുക്കും. ഇതില് നമുക്ക് നല്ല വശം ഇത് കണ്ട, നല്ല വശം താഴ്ഭാഗത്തും, അതായത് ചീത്തതിനോട് ചീത്ത വശം വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. എല്ലാ പീസുകളും നമുക്ക് ഇങ്ങനെ സൈഡ് തയ്ച്ചെടുക്കാം. ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സംഭവം. ഇനി എന്താണെന്ന് വെച്ചാൽ വേണ്ടത്, നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും തയ്ച്ചെടുക്കാം. ഇതേപോലെ സെന്റർ നോക്കിയിട്ട് വേണം വെക്കാനായിട്ട്. അപ്പൊ ആദ്യം ഫ്രണ്ട് നെക്ക് തയ്ച്ച് കഴിഞ്ഞ് ഇതിലേക്ക് ഇങ്ങനെ കഴുത്തിന്റെ ഒന്ന് വെച്ച് നോക്കാം, ഞാൻ പറഞ്ഞുതരാം. ഈ കഴുത്ത് തയ്ച്ച ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ ഈ സൈഡിലൊക്കെ 2-3 സ്റ്റിച്ച് കൊടുക്കാം. അപ്പൊ നമുക്ക് കഴുത്ത് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് വേണം കഴുത്ത് തയ്ച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി എൻ്റെ ഒന്നും ചെയ്യൂല. പിന്നെ നിങ്ങൾക്ക് പിൻ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു 4 ഇഞ്ചില് ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടിക്കൊടുക്കാം. ഇതിന്റെ പോയിന്റ് കറക്റ്റ് ആയിട്ട് പോയിന്റ് വെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് ഒരു തയ്യൽ കൊടുക്കണം. ഇതില് കയറരുത്, ഇതില് തയ്യൽ കൊടുക്കണം കേട്ടോ. ഇതല്ല, ഇതേപോലെ വേണം കഴുത്തിന് തയ്യൽ കൊടുക്കാൻ. അപ്പൊ നല്ല ഫിനിഷിങ് ആയിട്ട് കിട്ടും ഇങ്ങനെ. കഴുത്തില് ലേസ് വരണുണ്ടേ. ഈ ലേസാണ് ഇങ്ങനെ കഴുത്തിന് കൊടുക്കണത്. ഇങ്ങനെ നമ്മൾ ഒടിച്ച് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ആദ്യം ഈ സൈഡ് മാത്രം തയ്ച്ചു കൊടുക്കാം, മറ്റേ സൈഡ് തുന്നി കൊടുക്കണം. അപ്പൊ കഴുത്തിന് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൈക്കും ഉണ്ട്. അപ്പൊ വളരെ സൂക്ഷിച്ചു വേണം തയ്ച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ സൂചി ഒടിഞ്ഞു പോകും. പിന്നെ അത് മാത്രമല്ല, ലേസ് എപ്പോഴും പതുക്കെ വേണം തയ്ക്കാൻ. സ്പീഡിന് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ചുളുക്ക് വീഴും. ഇതും ഇതേപോലെ തന്നെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. 2-3 ലെയറായിട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ 2 കൈക്കും സമമായിട്ട് കിട്ടണുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ലേസ് ഞാൻ തയ്ക്കാൻ നോക്കിയിട്ട് പറ്റണില്ല കേട്ടോ. അത് തുന്നി പിടിപ്പിക്കാം. ഇപ്പോഴല്ല, തയ്യലൊക്കെ കഴിഞ്ഞിട്ട്. കുറച്ച് ഭാഗം മാത്രം നമ്മൾ തയ്ക്കൂല. ഇവിടെ നിന്ന് ഇത്രയും ഭാഗം മാത്രം വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ തയ്ച്ചു കൊടുക്കുള്ളൂ. നമുക്ക് ബാക്കിലെ നെക്ക് നമുക്ക് തയ്ച്ചെടുക്കാം. ഇത് വേണ്ട. ഇവിടത്തെ ഈ ഷോൾഡറും വെച്ചിട്ട് കറക്റ്റ് ആണോ നോക്കണം. കറക്റ്റ് ആണ് സംഭവം. അപ്പൊ നമുക്ക് തയ്ച്ചെടുക്കാം. ഇത് ഇങ്ങനെ തയ്ച്ചു കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് വേണം മറിക്കാനായിട്ട്. ആദ്യം നമുക്ക് ഇതിങ്ങനെ തയ്ച്ചെടുക്കാം. ഈ ഷോൾഡർ തമ്മിൽ ഇങ്ങനെ കറക്റ്റ് ആണോ നോക്കണം. എന്നിട്ട് വേണം നമ്മൾ വെട്ടിക്കളയാനായിട്ട്. 4 ഇഞ്ചില് നമുക്ക് വെട്ടിയെടുക്കാം. ഈ ഷോൾഡർ തയ്ക്കുന്ന വിധം എങ്ങനെയാണ്, നല്ലതിനോട് നല്ല വശം വെക്കുക. ഇത് എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ബാക്ക് നെക്ക് പീസ് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ തയ്ച്ചു കൊടുക്കാം. 1/2 ഇഞ്ചില് ഷോൾഡർ കൂട്ടണം. അപ്പൊ ബാക്കിലെ ഷോൾഡറും കൂട്ടിയിട്ടുണ്ട്. ഈ ഷോൾഡർ കൂട്ടിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇങ്ങനെ ചരിച്ച് വെട്ടിക്കൊടുക്കണം കേട്ടോ. ഇത് വേണ്ട. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ കഴുത്ത് മറിക്കണ സമയത്ത് കനവുണ്ടാവാതെ അത് പോയി കിട്ടാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചരിച്ച് വെട്ടിക്കൊടുക്കണത്. ഇതേപോലെ നിൽക്കും. ഇനി ഇത് കഴുത്ത് ഫ്രണ്ടും ബാക്കും ഒക്കെ ഹെമ്മിങ് ആണ്. നമുക്ക് ഇതിന്റെ ബാക്ക് പീസ് ഉണ്ടല്ലോ ഉക്സ് പിടിപ്പിക്കാൻ. ഇനി നമുക്ക് ഉക്സ് പിടിപ്പിക്കുന്ന ഭാഗം തയ്ച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം 1/2 ഇഞ്ചും പിന്നെ ഒരു 1/2 ഇഞ്ച്
ഹുക്സ് എങ്ങോട്ടാണ് നോക്കിയിട്ടെന്ന് വെച്ചിട്ട് അവിടെ പിടിപ്പിക്കണം കേട്ടോ. ഇതില് ഒരു 1/4 ഇഞ്ചും പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടി മടക്കണം. ഒരു 1/4 ഇഞ്ചും മടക്കുക ചെറുതായിട്ട്, പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടി. അങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ്. പട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്ക്കണത്. അപ്പൊ നല്ല കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും. ഓരോ പീസിന്റെ അളവിൽ നമ്മൾ പട്ട വെട്ടിയെടുക്കണേ. ഇത് തേച്ച് പിടിപ്പിക്കണ പട്ടയാണേ. ഈ ബാക്ക് പീസിൽ ഇത് പിടിപ്പിക്കുമ്പോഴുണ്ടല്ലോ, ആദ്യം ഇതിന്റെ സൈഡ് ഒന്ന് മടക്കി തയ്ക്കണം. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇത് കണ്ടോ, ബാക്ക് ഇങ്ങനെ മടക്കി തയ്ച്ചിട്ട് ഇതിനെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിനെ 1/2 ഇഞ്ചിൽ ഇവിടം വരെ തയ്ച്ചു കൊടുക്കണം. ലേസ് പിടിപ്പിക്കാനുള്ളതുകൊണ്ട് ഒരു 6 ഇഞ്ച് കൈയിൻ്റെ അവിടെ നിന്ന് താഴത്തുനിന്ന് കുറച്ച് 6 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ തയ്ച്ചു കൊടുത്തേക്കണം. 1 ഇഞ്ച് ഷേപ്പിലാണ് തയ്ച്ചു കൊടുത്തേക്കണം. കുറച്ചും കൂടി ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ചും കൂടി തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായം പറയാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.